ആ ആ അല്ല നബിസത്ത, ഇതിപ്പോ രാവിലെ നിങ്ങളിത് എങ്ങോട്ടാണ് ഇങ്ങനെ തുള്ളിച്ചാടി പോകുന്നത്? ഞാനേ സെലീനാടെ വീട്ടിൽ പോന്നിട്ട് മോളെ, ചിട്ടി പൈസ കൊടുക്കാനായിട്ട്. ചിട്ടി പൈസ കൊടുത്തിട്ട് വേണം എനിക്ക് ഇനിയും ജോലിക്ക് പോകാൻ. അതാ ഞാൻ രാവിലെ ഈ വെപ്രാളം തല്ലി ഓടുന്നത്. ജോലിക്കാ? എന്ത് ജോലിക്ക്? ആ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നാ? ഞാനിപ്പോൾ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നിടത്താടി. ഞങ്ങളെല്ലാവരും കൂടെ ഒരു 5-8 പേരുണ്ട്. അതുകൊണ്ട് രാവിലെ വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് നേരെ അങ്ങോട്ട് പോകും. ഒരു വൈകുന്നേരം 5 മണി ആകുമ്പോഴത്തേക്കും വരും. ഇപ്പം എല്ലാവർക്കും ഹോം മെയ്ഡ് ഭക്ഷണങ്ങളൊക്കെ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ തുടങ്ങിയതായിരുന്നു. അല്ല, നീ അറിഞ്ഞില്ലേ? അതെ. അപ്പോൾ നിങ്ങളുടെ മൂപ്പർക്ക് ജോലിയൊന്നുമില്ലേ? മൂപ്പർക്ക് ജോലിയൊക്കെ ഉണ്ട്. അതെന്താ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോകാൻ പാടില്ലേ? എടി പെണ്ണെ, നമ്മൾ ഈ വീട്ടിൽ ഇരുന്ന് ഈ ചോറിയും കുത്തിയിരുന്ന് ചോറും കറിയും വെച്ചിട്ട് നമുക്കൊരു വില ഉണ്ടാകത്തില്ല. അഥവാ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പുറത്ത് ചോദിക്കുമ്പോഴോ, തരത്തില്ല എന്നല്ല, തരും. പക്ഷെ ഒരു 100 വട്ടം ചോദ്യങ്ങളും ചോദിക്കും, 100 വട്ടം നമ്മളെ കുറ്റം പറയുകയും ചെയ്യും. തരത്തിലൊന്നും ഞാൻ പറയുന്നില്ല, ഇത്ര നാൾ അവർ തന്നെയാണല്ലോ നമ്മൾ നോക്കിയത്. എന്നാലും നമുക്കൊരു സഹായം, ഇപ്പം അവർക്ക് തന്നെ 10 രൂപ ഇല്ലെന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ ഉള്ള സന്തോഷം അത് വേറെ തന്നെയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും സർക്കാർ ഉദ്യോഗമെന്നോ മറ്റുള്ള ഉദ്യോഗങ്ങളോ നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഇതിപ്പം ഒരു സന്തോഷം തന്നെയാണ് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയത്. അപ്പം ഇപ്പം എനിക്ക് 2 മാസം കൊണ്ട് ശമ്പളം കിട്ടുന്നത് കൊണ്ട് എൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നതെന്നറിയാമോ? ഇപ്പം തന്നെ ഒരു ചിട്ടിക്ക് വരെ ചേർന്നത് ഇപ്പം എൻ്റെ പൈസയ്ക്ക് കൊണ്ടാണ്. ഒരു പെങ്കൊച്ചല്ലേ വളർന്നു വരുന്നത്, നമുക്കും കൂടെ എന്നിട്ട് പിടിപാടുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അത് ഉദ്ദേശിച്ച നീ വരുന്നുണ്ടോ? അയ്യോ ഇത്താ, ഞാനില്ല. എനിക്ക് കുറച്ചിൽ വന്നിട്ടൊന്നല്ല, എനിക്കിഷ്ടം തന്നെ ഇതൊക്കെ പോകാനും 10 രൂപ കാശ് ഉണ്ടാക്കാനും ഒക്കെ. ജോലിക്കൊക്കെ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ മൂപ്പരുടെ സ്വഭാവം അറിയാമല്ലോ. ഇന്നാളില്ല, തുണിക്കടയിൽ എനിക്കൊരു ഓഫർ വന്നായിരുന്നു, തയ്ക്കുന്നവരെ കുറച്ച് വില വേണമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഇവിടെ നടന്ന പുകിൽ വേറെ ഒന്നുമല്ല. അതോടെ നമ്മൾ നിർത്തി. പിന്നെ എന്ത് ചെയ്യാനാ, മറ്റുള്ളവർ ജോലിക്കൊക്കെ പോകുമ്പോൾ എനിക്കും കൊതിയാ. അപ്പോഴത്തേക്ക് ഇവിടെ താളം ഇളകിയില്ലയോ. എൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുന്നതുകൊണ്ട് പിന്നെ നീക്ക് പുറത്തു പോയി ജോലി ഉണ്ടാക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചു. പിന്നെ ഉമ്മായും മോനോട് ഇരിക്കുന്ന സ്വസ്ഥത തന്നില്ല. അതോടെ പിന്നെ ഞാൻ നിർത്തി. അതൊക്കെ പോട്ടെ. എടി പിന്നെ നിന്റെ മെഷീൻ ശരിയാക്കിയാ? എനിക്ക് കുറച്ച് നൈറ്റി ഞാൻ എടുത്തിട്ടുണ്ട്, എന്നാൽ അവിടെ പോകുന്നതല്ലേ. അപ്പോൾ കുറേയൊക്കെ അങ്ങ് ചള്ളായി. അപ്പോൾ ഞാൻ കുറച്ച് നൈറ്റി എടുത്ത് അതൊക്കെ ഒന്ന് തയ്ക്കാനായിരുന്നു. ശരിയാക്കിയാ? അയ്യോ ഇല്ല, അതിൻ്റെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നറിയാം എൻ്റെ മെഷീൻ ഒന്ന് ശരിയാക്കി തരാനായിട്ട്. എൻ്റെയും പിള്ളേരുടെയൊക്കെ ഒരുപാട് ഇവിടെ കിടക്കുമോ തയ്ക്കാനായിട്ടൊക്കെ. പറഞ്ഞു പറഞ്ഞു ഞാൻ കുഴഞ്ഞു. ഇന്നെല്ലാം കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ചെറിയ നിസ്സാരപ്പണി അങ്ങാണ്ടേ ഉള്ളൂന്നേ. ഒരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ, ആ കടയിലോട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് ശരിയാക്കി കൊണ്ടുതരാൻ. അങ്ങേർക്ക് അതിന് സമയമൊന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനെത്താ. ആ, ഇതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ജോലിയോ ഒക്കെ കൊണ്ടായിരുന്നെങ്കിൽ നിൻ്റെ മെഷീൻ ശരിയാക്കി എടുക്കാമായിരുന്നല്ലോ. എനിക്കറിയാവുന്നൊരു ജോലിയാണത്, തയ്യൽ. അതൊന്ന് നീ അത് നേരെ ചുവണ്ണം ചെയ്തായിരുന്നെങ്കിൽ ഇപ്പം നിൻ്റെ 10 രൂപ എടുക്കും. പുറത്ത് പോയി ചെയ്യണ്ടല്ലോ, വീട്ടിനകത്തിരുന്ന് നീക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് തയ്യൽ ഞാൻ പിടിച്ചു തരാം. എന്തും വേണ്ടി ആൾക്കാരുണ്ടെന്നറിയാവോ, ഇവിടെ തന്നെ തയ്യൽക്കാരുടെ കുറവാണ്. നീ അതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ നോക്ക് കൊച്ചേ. എന്നിട്ട് നീ തയ്യൽ ചെയ്യാൻ നോക്ക്. 10 രൂപ കാശ് നിൻ്റെ കയ്യിലിരിക്കും. എല്ലാത്തിനും നിൻ്റെ ഭർത്താവിൻ്റെ പുറകെ നടക്കണ്ട. ഇപ്പം എനിക്ക് ആ കാര്യത്തിൽ സമാധാനമുണ്ട്. എല്ലാത്തിനും പുറകെ നടക്കേണ്ട കാര്യമില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ പോകണമെങ്കിലും അവിടെ എന്തെങ്കിലും മേടിക്കണമെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നത് തന്നെ. നമുക്കൊരു വരുമാനം എപ്പോഴും നല്ലത് തന്നെയാണ് കൊച്ചെ. ഓ, കുറേ നേരം പാല് രണ്ടോണം കുശു കുശാന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഡീ, അടുപ്പത്ത് നീ കറി വെച്ചിട്ടാണ് ഇവിടെ നീ വർത്താനം പറഞ്ഞിരിക്കുന്നത്. അത് അടുക്കി പിടിച്ചെന്ന് തോന്നും. ഇവിടെ അങ്ങ് പെരക്കകത്ത് ഇരിക്കാൻ വയ്യ. നിന്നെ നോക്കി ഇറങ്ങി വന്നതാ ഞാൻ. അല്ലാ, ഇത്ത പിന്നെ കാണാട്ടാ. ഷോ. നീ ഇങ്ങനെ അടുപ്പത്ത് കറിയും വെച്ചോണ്ടിരുന്നോ വെച്ചേ, നിന്റെ അമ്മായിമ്മയുടെയും കിട്ടും എൻ്റെ വർത്താനം കിട്ടും. ഞാൻ പോട്ടോ. ഏത് ചുരിദാർ ഇട്ടുകൊണ്ട് പോകും? ആ, എത്ര നാളായി റബ്ബേ ഈ ചുരിദാർ ഞാൻ എടുത്ത് വെച്ചിട്ട്. ഇത് നിടണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യണം. ഹം, അതിനാണെങ്കിൽ എൻ്റെ മെഷീനും കംപ്ലൈൻറ്റുമാണ്. ഒന്നൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് ഒരനക്കവും ഇല്ല. പുറത്ത് കൊടുത്ത് തയ്ക്കണമെങ്കിൽ പൈസയും കൊടുക്കണം. അതിന് നമ്മുടെ 10 പൈസ പോലും കയ്യിലില്ല. പാർത്ത ചോദിക്കുക. ഉമ്മടെ കാണും. ഉമ്മ അടുത്ത് ചോദിച്ചു നോക്കാം, ചിലപ്പോൾ കിട്ടിയാലോ.
മാ എന്താ മാ പിന്നെ മാടയിൽ ഒരു 100 ഇരിപ്പുണ്ടോ? ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ ഒരു പെരാസോലിക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഒരു ചുരിദാർ ഇരിക്കുന്നു, 2-3 എണ്ണം ഉണ്ട് തയ്പ്പിക്കാനേ. മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് അറിയാലോ അമ്മായിക്ക്. അപ്പോൾ അത് പുറത്ത് കൊടുത്ത് തയ്ക്കണമെങ്കിൽ പൈസ വേണം. മാടയിൽ ഒരു 100 ഇരിപ്പുണ്ട് എനിക്ക് ഇങ്ങോട്ട് തരാനായിട്ട്. 100 രൂപയാ? എൻ്റെ കയ്യിൽ എവിടെ നിന്നാ പൈസ? എൻ്റെ കയ്യിലൊന്നും പൈസ ഒന്നുമില്ല 100 രൂപയൊന്നും 200 രൂപയൊന്നും എടുക്കാനൊന്നും. ഓ, ഉമ്മാക്ക് സക്കാത്ത് കിട്ടിയ കുറച്ച് പൈസ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ, ആദ്യം തന്നെ എനിക്കിട്ട് 100 രൂപ താമ്മ. സക്കാത്ത് കിട്ടിയ പൈസ നോക്കിയിരിക്കുകയാണോ നീ? ഹാ, എനിക്കും ഇല്ലേ ആവശ്യങ്ങളൊക്കെ. ആ, ഇപ്പം എൻ്റെ കയ്യിലില്ല. അതെൻ്റെ മോക്ക് കൊടുക്കാൻ വെച്ചിരിക്കുക. അവൾ ഇന്നോ നാളെ വരും. അപ്പം അതിൽ നിന്ന് അങ്ങോട്ട് എനിക്ക് 100 എടുത്ത് തന്നാലെങ്ങനെ? നിന്റെ കെട്ടുവിൻ്റെ അടുത്ത് ചോദിക്കടി, അവൻ തരത്തില്ലേ? അല്ലേ, അടുത്ത് ചോദിച്ചാൽ ഇക്ക തരത്തില്ല. ഞാൻ എത്ര വട്ടം ചോദിച്ചെന്നറിയോ, ആ മെഷീനെങ്കിലും ഒന്ന് ശരിയാക്കി തന്നായിരുന്നെങ്കിൽ ഈ പാടുണ്ടോ? മറ്റുള്ളവർ മുന്നിൽ പോകണമെങ്കിൽ തയ്പ്പിക്കുന്നെങ്കിൽ അവർക്ക് കൊടുക്കണം പൈസ. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല തരാൻ 100 രൂപ 200 രൂപയൊക്കെ. നീ പോയി വേറെ വല്ല പണിയുണ്ടോ നോക്ക്, ചെല്ല്. ആരുടെ സാധനങ്ങൾ ഇനി 2 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞേക്കണേ, ഈ സാധനങ്ങളെല്ലാം തീർന്നെന്ന്. നോക്കിയും കണ്ടൊക്കെ ചെലവാക്കണം. എനിക്കൊക്കെ വീട്ടിൽ ഇരുന്ന് അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. സാധനത്തിനൊക്കെ നല്ല വിലയാണ്. ഇക്ക, എനിക്കൊരു 100 രൂപ തരുമോ? 100 രൂപയാ? എനിക്കിപ്പോ എന്തിനാ 100 രൂപ? ഞാൻ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടല്ലോ നീ പറഞ്ഞതെല്ലാം. പിന്നെന്താ എനിക്ക് കാശ്? ഓ, ഇനി ചുമ്മാ ചുമ്മാ ചോദിക്കുമ്പോ എനിക്ക് കാശും കൂടെ കൊടുങ്ങി. 100 രൂപ ഇപ്പൊ എന്തിനാ? എനിക്ക് 100 ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ 2-3 ചുരിദാർ പുതിയത് ഇരിപ്പുണ്ട് ഇവിടെ. അത് എത്ര നാളെന്നറിയോ ഒന്ന് എടുത്തിട്ട്. അപ്പോൾ ആ വീടിൻ്റെ ഞങ്ങളുടെ അവിടുത്തെ പെരാസുരിക്ക് പോകണ്ടേ, അപ്പോൾ ഇട്ടോണ്ട് പോകാനാ. അതൊന്ന് ഷേപ്പ് ചെയ്യാതെ എനിക്കത് ഇടാൻ പറ്റത്തില്ല. എന്നെപ്പോലത്തെ 2 ആൾ കയറും. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്യാനാ. എൻ്റെ മെഷീനാണെങ്കിൽ കംപ്ലൈൻ്റ് ആണല്ലോ, അതൊന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതും വയ്യ. പുറത്ത് കൊടുക്കണമെങ്കിലേ പൈസ വേണം തയ്പ്പിക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരു 100 രൂപ തരുമോ? ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല പൈസ 100 രൂപ തരാനൊക്കെ. ഇപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോ തന്നെ പൈസ എന്റെ കയ്യിലൊന്നും ഇല്ല. 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് വരയ്ക്കും. ഉള്ളതൊക്കെ ഇട്ടുകൊണ്ടൊക്കെ പോയാൽ മതി. പുതിയത് തന്നെ വേണമെന്നേ നിർബന്ധമൊന്നും ഇല്ലല്ലോ. പഴയത് ഇട്ടാലുവേ നിന്റെ വീട്ടുകാർ സ്വീകരിച്ചോളും. 100 രൂപ. എടി, നിനക്ക് പുതിയ മെഷീൻ മേടിക്കാനൊക്കെ ആര് പറഞ്ഞു? ആരോട് ചോദിച്ചിട്ടാ നീ മെഷീനൊക്കെ മേടിച്ചത്? എവിടെ നിന്നാണ് നിനക്ക് പൈസ? ആഹാ, എന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതാണോ നീ മെഷീനൊക്കെ മേടിച്ചിരിക്കുന്നത്? ഞാനത് ഇൻസ്റ്റാൾമെൻറ്റിട്ട് മേടിച്ചതാണ്. പഴയ മെഷീനാണ്. എത്ര നാളുകൊണ്ട് നിങ്ങളുടെ ഞാൻ ആ മറ്റേ മെഷീൻ ഒന്ന് ശരിയാക്കി തരാൻ ഞാൻ പറയുക. നിങ്ങളത് ചെവിക്കൊണ്ടില്ല. അതങ്ങനെ കിടന്ന് നശിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ പഴയ വിലയ്ക്ക് ഞാൻ മെഷീൻ എടുത്തു. കുറച്ച് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പൈസ 2-3 തവണയായിട്ട് ഞാൻ കൊടുത്തോളാം. ആര് കൊടുക്കുമെന്നും പറഞ്ഞോണ്ടാ നീ മെഷീനൊക്കെ ഇങ്ങനെ മേടിച്ചിരിക്കുന്നത്? ഞാൻ കൊടുക്കുമെന്ന് നീ ഒട്ടും വിചാരിക്കാൻ വേണ്ട. ഞാൻ കൊടുക്കത്തെ ഇത് എവിടുന്നാ എടുത്തെന്ന് വെച്ചാൽ നീ കൊണ്ട് കൊടുക്കുക. അല്ല, ഉമ്മ ഇതൊന്നും കാണും കേൾക്കുകയും ചെയ്യുന്നില്ലേ ഉമ്മ? കേൾക്കാതിരിക്കാൻ എൻ്റെ ചെവിക്ക് കേൾവിക്കുറവൊന്നുമില്ല. നിന്റെ പെണ്ണുമ്പിള്ളേക്ക് ഇപ്പോൾ പുതിയ കുറേ കൂട്ട് കെട്ടിയിട്ടുണ്ട്. അവളുമാർ പിന്നെ അവളെ അവരുടെ കെട്ടിയന്മാരെയൊക്കെ അടിച്ച് താത്തിടുന്ന സ്വഭാവമുള്ളമാരായിട്ടാണ് ഇപ്പം നിന്റെ പെണ്ണുമ്പിള്ളയുടെ കൂട്ട്. അപ്പം ഇതല്ല, ഇതിൻ്റെ അപ്പുറവും അവൾ കാണിക്കും. ഹാ, കുറച്ച് ദിവസമായി ഇവിടെ ഒരുത്തി കയറി ഇറങ്ങി ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പം അതിൻ്റെ ഒരു തെളുപ്പാണ് പൊന്നുമോൾ കാണിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഭാര്യ നീ മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്താൻ നോക്ക് കേട്ടാ. അതിന് എനിക്ക് പൈസ കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ.
ഇതെൻ്റെ ആങ്ങള എനിക്ക് മേടിച്ചെന്ന മിഷേനാ. അവൻ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എനിക്ക് കൊടുത്താൽ മതി. അതൊന്ന് 2, 3 തവണ കൊടുത്താൽ മതി. അത് ഇക്ക കൊടുക്കേണ്ടെന്ന കാര്യമൊന്നും ഇക്ക കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഈ മിഷൻ മേടിച്ചിട്ടിരിക്കുന്നത് ചുമ്മാ ഇട്ടും ഇട്ടേക്കാനല്ല. എനിക്കറിയാവുന്നൊരു തൊഴിലാണ് തയ്യൽ. അത് ഞാനങ്ങ് തുടങ്ങാൻ പോവുകയാണ്. അതിന് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ്. അതുകൊണ്ട് അത് ഓർത്തിക്ക ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഇത് ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുറച്ചിലാണെന്ന് പറഞ്ഞാലും ഞാൻ ഇനി പിന്തിരിക്കാറില്ല. കാരണം ഒരുപാട് ഞാൻ സഹിച്ചു ഇവിടെ കിടന്നിട്ട്. നിങ്ങളെൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. എനിക്കും ഉണ്ടിക്ക ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ. എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്ര വട്ടം ഞാൻ വെറും കൈയോടാണ് എൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന് കയറുന്നത്. എൻ്റെ ഉമ്മയ്ക്ക് ഒരു 100 രൂപ കാശ് കൊടുക്കാൻ പോലും നിങ്ങൾ എൻ്റെ തരത്തില്ല. എന്തിന് ഒരു 5 രൂപ ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് തരുമോ? അപ്പോൾ ചോദിക്കും ആവശ്യങ്ങളെല്ലാം ഇവിടെ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് തന്നില്ല, എനിക്ക് എന്ത് ആവശ്യമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിന് ഈ ഉമ്മാടുത്ത് തന്നെ ഗതികെട്ടൊരു ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തന്നിട്ടുമില്ല. എനിക്ക് ഇനി ആറ് മുന്നിലും കൈ നീട്ടാൻ എനിക്ക് വയ്യ. കോടികളുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഇനിയൊക്കെ നിങ്ങളുടെ ഒരു 5 രൂപയ്ക്ക് പോലും നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരുപാട് ഞാൻ സഹിച്ചിട്ടുണ്ട്. പുറത്ത് പോകുന്നതിനല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഞാൻ വീട്ടിൽ ഇരുന്ന ഇവിടുത്തെ കാര്യങ്ങളും നോക്കി ആ ജോലി ഞാൻ ചെയ്തോളാം. അതിന് നിങ്ങൾക്ക് ഇനി കുറച്ചിലാണെന്ന് പറഞ്ഞാലും ശരി, ഇനി പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് എൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു മിഷൻ ഇവിടെ കിടന്നിട്ട് പോലും എത്ര നാളും നിങ്ങളുടെ പുറകെ നടന്ന് എന്തിന് ഒരു 100 രൂപ അങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖഭാവം തന്നെ അങ്ങ് മാറും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യം എനിക്ക് വരത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ കടം ഞാൻ തീർത്തോളാം. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇനി കറണ്ട് ചാർജിൻ്റെ ബില്ല് ഞാൻ ഫാൻ ഇട്ടാൽ പറയും കറണ്ട് ചാർജ് ആരടയ്ക്കും? നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് അടയ്ക്കുമോ? ഫ്രിഡ്ജിൽ സാധനം എടുത്താൽ എപ്പോഴും ഫ്രിഡ്ജ് എന്തിനാണ് തുറക്കുന്നത്? ഒന്ന് ടി വി കണ്ടാൽ ചോദിക്കും കറണ്ട് ചാർജ് കൂടുക. നിൻ്റെ എപ്പോഴും എൻ്റെ വീട്ടുകാരെ പറ്റിയല്ലേ പറയുന്നത്? ഒരു മാസത്തെ നീ അടയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ വെല്ലുവിളിച്ചിട്ടില്ലേ? ഇനി അതിനൊക്കെ ഒരു പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആ കാര്യം പറഞ്ഞു എൻ്റെ അടുത്ത് ഇനി വരണ്ട. പിന്നെ എൻ്റെ കൂട്ട് അവരെ എനിക്ക് നല്ലതേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ദോഷങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ആര് വന്നാലും ആരോട് സഹകരിക്കണമെന്നൊക്കെ എനിക്ക് നല്ല വൃത്തിക്കറിയാം. അതുകൊണ്ട് ഉമ്മായും മോനും കൂടെ ഇനി അതിനെപ്പറ്റി സംസാരം വേണ്ട പറഞ്ഞേക്കാം.